അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിശുദ്ധ ഖുർആൻ പഠിക്കുന്നതും അത് പഠിപ്പിക്കുന്നതും വളരെ പുണ്യമുള്ള കാര്യമാണ് എന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പഠിക്കുവാനും അത് പഠിപ്പിക്കുവാനും ഇന്ന് നിലവിൽ പലവിധ സംവിധാനങ്ങളുമുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നാം വിശുദ്ധ ഖുർആൻ പഠിക്കുന്നു, അത് പഠിപ്പിക്കുന്നു. നമ്മുടെ അൽബയാൻ്റെ ക്ലാസ് തന്നെ ഓൺലൈനാണല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കഴിഞ്ഞ വർഷം നമ്മൾ ഒരു സംഗമം നടത്തുകയുണ്ടായി. അൽബയാനിലെ പഠിതാക്കളെല്ലാം കൂടി ഒരു സംഗമം നടത്തുകയുണ്ടായി. ആ സംഗമത്തിൽ അവിടെ വെച്ച് നമ്മുടെ അൽബയാനിൽ മഖ്റജ് മുതൽ വിശുദ്ധ ഖുർആനിലെ 30-ാമത്തെ ജുസ് വരെ പൂർത്തിയാക്കുകയും അതിൽ എക്സാം എഴുതി പാസ്സാവുകയും ചെയ്ത ആളുകൾക്ക് സർട്ടിഫിക്കറ്റിൻ്റെ കൂടെ ഒരു ഖുർആൻ കൂടി കൊടുക്കുകയുണ്ടായി. ആ ഖുർആനിൽ എല്ലാ പേജിലും ഓരോ QR കോഡ് കാണാം. അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് അത് നോക്കി ഓതുവാനും അതുപോലെ തന്നെ അത് ഓഡിയോയായി കേൾക്കുവാനും അത് ആവർത്തിച്ച് കേട്ട് മനഃപ്പാഠമാക്കുവാനും അങ്ങനെ പലവിധ തജ്വീദ് നിയമങ്ങൾ ഏതൊക്കെയാണ് എവിടെയൊക്കെയാണ് എന്നും പ്രത്യേകം അടയാളപ്പെടുത്തിയ ഒരു വിശുദ്ധ ഖുർആനാണത്. ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഈ ഖുർആൻ എങ്ങനെ ഓതാം, എങ്ങനെ ഉപയോഗപ്പെടുത്താം, അതെങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ള ഒരു ചെറിയ വിശദീകരണമാണ് ഇൻഷാ അല്ലാഹ് ഞാനിവിടെ വിശദീകരിക്കാൻ പോകുന്നത്. ഈ ഖുർആനിൽ എല്ലാ പേജിലും താഴെ QR കോഡ് കാണാം. QR കോഡും പ്ലേ സ്റ്റോറും ഒന്നും ഇപ്പോൾ ആർക്കും പ്രത്യേകിച്ച് വിശദീകരിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഫോണിൽ നെറ്റ് കണക്ഷൻ ഉണ്ടായാൽ മതി. ഈ നെറ്റ് കണക്ട് ചെയ്തതിന് ശേഷം പ്ലേ സ്റ്റോറിൽ പോയി QR കോഡ് സ്കാനർ എന്ന ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നാം ഏത് പേജാണോ ഓതാൻ ഉദ്ദേശിക്കുന്നത് ആ പേജിൻ്റെ താഴെ ഭാഗത്തുള്ള QR കോഡ് സ്കാൻ ചെയ്യുക. അങ്ങനെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ലിങ്ക് നമുക്ക് കാണാം. ഈ ലിങ്കിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നാം ഏത് പേജാണോ സ്കാൻ ചെയ്തിട്ടുള്ളത് ആ പേജ് അതുപോലെ നമ്മുടെ മൊബൈൽ ഫോണിൽ തെളിഞ്ഞു വരും. ഇനി ഇത് സൂം ചെയ്ത് വലുതായി ഓതുവാനും നമുക്ക് സാധിക്കും. അതുപോലെ അതിൻ്റെ താഴെ ഭാഗത്ത് ഇടത്തോട്ടും വലത്തോട്ടും ആരോഗ്യവും പ്ലേ ബട്ടണും പോസ് ബട്ടണും ഉണ്ട്. ആ പ്ലേ ബട്ടൺ നെക്കിക്കഴിഞ്ഞാൽ അത് ഓഡിയോയായി ഓതും. ഓഡിയോയായി ഓതണമെങ്കിൽ മുകളിൽ നാം ഏത് കാര്യമാണോ സെലക്ട് ചെയ്തിട്ടുള്ളത് ആ കാര്യം സെലക്ട് ചെയ്താൽ ഏത് കാര്യമാണോ നാം സെലക്ട് ചെയ്തത് അദ്ദേഹം അത് ഓതുന്നതായിരിക്കും. അതിനുവേണ്ടി നാം മുകളിൽ അത്തിലാവ എന്ന മുകളിൽ കുറേ ഓപ്ഷൻ കാണാമല്ലോ, അതിൽ അത്തിലാവ എന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കള്ളി കാണാം, ഒരു കോളം കാണാം. ഈ കോളത്തിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എത്ര കുറേ കാര്യങ്ങളുടെ പേരുകൾ നമുക്ക് കാണാം. ഈ കാര്യങ്ങളിൽ ഏതാണോ നമ്മൾ സെലക്ട് ചെയ്തത് അദ്ദേഹം അത് ഓതുന്നതായിരിക്കും. തജ്വീദ് നിയമങ്ങൾക്കനുസരിച്ച് അത് ഓതുന്നതായിരിക്കും. അത് സെലക്ട് ചെയ്ത് ആളുകൾ നമുക്ക് അങ്ങോട്ട് മാറ്റാനും അടുത്തത് മാറ്റിക്കൊടുക്കാൻ സാധിക്കും. അങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇബ്ദ അറബിയിലാണെങ്കിൽ ഇബ്ദ എന്ന് കാണാം. ഇനി ലാംഗ്വേജ് മാറ്റി കൊടുത്താൽ ഇംഗ്ലീഷ് ആകുമ്പോൾ സ്റ്റാർട്ട് എന്നും കാണാം. അങ്ങനെ അത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓഡിയോ നമുക്ക് കേൾക്കാൻ സാധിക്കും. ഈ രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ടല്ലോ, അതിൽ തഫാസീർ എന്ന് കാണാം. അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 2-3 തഫ്സീറുകളുടെ പേരുകളുണ്ട്. ആ തഫ്സീറുകളെ നമുക്ക് കാണാം. ഇത് മലയാളത്തിൽ ഇല്ലാത്തത്, ഇത് ഗൾഫ് ഖുർആൻ ആയതുകൊണ്ട് മലയാളത്തിൽ ഇത് കാണുന്നില്ല. തഫ്സീർ സാദി, തഫ്സീർ മുയസ്സർ പോലെയുള്ള 2-3 തഫ്സീറുകൾ അതിൽ കാണാം. നാം ഏത് പേജാണ് സെലക്ട് ചെയ്തത് ആ പേജിൻ്റെ അറബിയിലുള്ള തഫ്സീർ അതിൽ കാണാവുന്നതാണ്. പിന്നെ മൂന്നാമതായിക്കൊണ്ട് തറാജിം എന്ന് പറഞ്ഞാൽ അറബി അർത്ഥം. നാം ഏത് പേജാണ് ടച്ച് ചെയ്തിട്ടുള്ളത് ആ പേജിൻ്റെ അർത്ഥം പറഞ്ഞ് അത് ആ അർത്ഥത്തിൽ അത് ഓതി കാണാവുന്നതാണ്. അർത്ഥം മലയാളത്തിലില്ല, അത് ഓഡിയായി മറ്റുള്ള ഭാഷകൾ ഏത് ഭാഷയാണ് നാം സെലക്ട് ചെയ്തത് ആ ഭാഷയിൽ നമുക്ക് ഓഡിയായി കേൾക്കാവുന്നതാണ്. ഇംഗ്ലീഷ്, അൽമാനിയ, ചൈന പോലുള്ള കുറേ ഭാഷകൾ അതിൽ കാണാം. ആ ഭാഷയെല്ലാം അത് ഓതുന്നതായിരിക്കും. അടുത്തതായിക്കൊണ്ട് തഹ്ഫീദ് എന്നാണ് കാണുന്നത്. തഹ്ഫീദ് എന്ന് വെച്ചാൽ മനഃപ്പാഠമാക്കുക, ഹിഫ്ളാക്കുക എന്നർത്ഥം. അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏത് പേജാണ് നാം ഓതാൻ ഉദ്ദേശിക്കുന്നത്
ഇങ്ങനെ 3 കോളം വരുന്നതായിരിക്കും. അങ്ങനെ ഈ 3 കോളത്തിൽ ഒന്നാമത്തെ കോളത്തിൽ എത്രാമത്തെ ആയത്ത് മുതൽ എത്രാമത്തെ ആയത്താണോ ഓതി തുടങ്ങേണ്ടതെന്നും, രണ്ടാമത്തെ കോളത്തിൽ എത്രാമത്തെ ആയത്ത് വരെ, അവസാനത്തെ ആയത്ത് എത്രാമത്തെ ആയത്താണോ അതുവരെയും അത് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. മൂന്നാമത്തെ കളിൽ എത്ര പ്രാവശ്യമാണ് ഓതി കേൾക്കേണ്ടത്, അത് എത്ര പ്രാവശ്യം ആവർത്തിക്കണമെന്നാണ് കാണുന്നത്. അത് ടച്ച് ചെയ്ത് കഴിഞ്ഞ് താഴെ ബദ എന്നോ ഇംഗ്ലീഷിലാകുമ്പോൾ സ്റ്റാർട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് എത്ര പ്രാവശ്യം നമ്മൾ കൊടുത്തു അത്രയും പ്രാവശ്യം അത് ഓതുന്നതായിരിക്കും. അടുത്തത് അഞ്ചാമതായി കൊണ്ടിവിടെ കാണുന്നത് ലാംഗ്വേജ്. അതായത് ഈ മുകളിലുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ടല്ലോ, അത് ലാംഗ്വേജ് മാറ്റി കൊടുക്കാൻ. ഇത് അറബിയിലാകുമ്പോൾ തിലാവ എന്നാകും, ഇംഗ്ലീഷിലാകുമ്പം റെസിറ്റേഷൻ, അതുപോലെ തിറാജിമിലോട്ട് ട്രാൻസ്ലേഷൻ എന്നിങ്ങനെ കാണാം. അത് ലാംഗ്വേജ് മാറ്റി കൊടുക്കാൻ ഇതിലിവിടെ 3-4 ഓപ്ഷൻ ലാംഗ്വേജ് കാണുന്നുണ്ട്. അതിൽ നമുക്കറിയുന്നത് ഇംഗ്ലീഷ്, അറബി എന്ന് പോലെയുള്ളതാണ്. മറ്റുള്ള ഭാഷകൾ തുർക്കി, ഫ്രഞ്ച് പോലെയുള്ള, ജർമ്മൻ പോലെയുള്ള ഭാഷകൾ അതിൽ കാണാം. ആ ഭാഷയിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ മുകളിലെ ഓപ്ഷൻസ് എല്ലാം ആ ഭാഷയിലായി മാറുന്നതാണ്. അതിൻ്റെ അവസാന ഭാഗത്തുള്ള 3 കോളങ്ങൾ തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാം. ഇതിൽ ഓരോ ഓപ്ഷനുകൾ, ഫേസ്ബുക്ക്, വാട്സപ്പ് പോലെയുള്ള ഓരോ ഐക്കണുകൾ കാണാം. അതിൽ ടച്ച് കഴിഞ്ഞാൽ ഈ ഖുർആൻ്റെ അഡ്രസ്സ്, അത് എവിടെയാണ് അടിച്ചയക്കുന്നത്, അത് എവിടെയാണ് ലഭിക്കുക, അതിൻ്റെ വാട്സപ്പ് നമ്പർ, കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടാൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ഓർഡർ ചെയ്യാനും അതുമായി ബന്ധപ്പെട്ട് അത് വാങ്ങാനും സൗകര്യമുണ്ടെങ്കിൽ, ഉദ്ദേശിക്കുന്ന ആളുണ്ടെങ്കിൽ അതും നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ താഴെയുള്ള ആരോഗ്യങ്ങൾ നെക്കിക്കഴിഞ്ഞാലും ഖിറാത്ത് കേൾക്കാമെന്ന് പറഞ്ഞല്ലോ. അതുപോലെ നമ്മൾ ഏത് ആയത്താണോ ടച്ച് ചെയ്യുന്നത് ആ ആയത്ത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും, ഒരു പ്ലേ ബട്ടൺ അതിൽ ഓപ്പണായി വരും. അങ്ങനെ അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാലും ഇത് ഓണായി, അത് ഓടിയായി നമുക്ക് കേൾക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഖുർആൻ നിയമങ്ങൾ താഴെ കുറേ നിയമങ്ങൾ ഒത്തിട്ടുണ്ട്. അതേ കളറിൽ തന്നെ മുകളിലെ ആയത്തുകളും മദ്ദിൻ്റെ അടുത്ത് മദ്ദിൻ്റെ അതുപോലെ തന്നെ ഹുറൂഫിൽ ഇസ്തിലാലിനടുത്ത് ഹുറൂഫിൽ ഇസ്തിലാഗ്, അങ്ങനെ നിയമങ്ങൾ കാണാം. താഴെ ഏത് കളറാണോ കൊടുത്തിട്ടുള്ളത് അതേ കളർ തന്നെ മുകളിലുള്ള ആയത്തിൻ്റെ കളർ കാണാം. അപ്പോൾ ആ നിയമം എന്താണെന്ന് മുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്രയും ഓപ്ഷൻസുകളാണ് ഇതിലുള്ളത്. ഇൻഷാ അല്ലാഹ് ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും കൂടുതൽ ഓപ്ഷൻസുകൾ അതിൽ നിന്ന് കാണാൻ സാധിക്കും. എൻ്റെ അറിവിൽപ്പെട്ട ഇത്രയും കാര്യങ്ങളാണ് ഇത്രയും ചെറിയ സമയത്തിനുള്ളിൽ ഞാൻ വിശദീകരിച്ചത്. എല്ലാവർക്കും അത് ഉപകാരപ്രദമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.